ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് മാക്രോ ഇക്കണോമിക്സിലെ നാഷണൽ ഇൻകം എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. വാരി വലിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നാഷണൽ ഇൻകം. ഓക്കെ, എന്താണ് നാഷണൽ ഇൻകം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് നാഷണൽ ഇൻകം? അതായത് വാട്ട് ഈസ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്നാൽ എന്ത്? നോക്കിയേ, നാഷണൽ ഇൻകം മീൻസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആനുവലി ഇൻ എ കൺട്രി. അതായത് ഒരു രാജ്യത്ത് ആനുവലി അല്ലെങ്കിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു വർഷ കാലയളവിൽ ആയിരക്കണക്കിലേറെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂവിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് നാഷണൽ ഇൻകം? ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻകം അക്വയറിംഗ് ടു എ കൺട്രി ഫ്രം ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ എ ഇയേഴ്സ് ടൈം ഈസ് നോൺ ആസ് നാഷണൽ ഇൻകം. അതായത് ഒരു വർഷ കാലയളവിൽ ഇക്കണോമിക് ആക്ടിവിറ്റിയിലൂടെ ഒരു കൺട്രി നേടിയെടുക്കുന്ന മൊത്തം എമൗണ്ട് ഓഫ് ഇൻകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു വർഷ കാലയളവിൽ ഒരു കൺട്രി ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു വർഷ കാലയളവ് എന്ന് പറയുന്നത് ഏതാണ്? നോക്കിയേ, ഫിനാൻഷ്യൽ ഇയർ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇയർ ഏത് മുതൽ ഏത് വരെയാണ്? ഏപ്രിൽ 1 ടു മാർച്ച് 31 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് എന്ത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ എന്തിനാണ് ഒരു കൺട്രി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന് മെയിനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ആ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമിക് ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് ഒരു രാജ്യത്തെ എത്രത്തോളം സാമ്പത്തിക വളർച്ച ഉണ്ടായോ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയിൽ കുറവാണോ സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ ഇക്കണോമിക് പോളിസീസ് മേക്ക് ചെയ്യാൻ, അതായത് സാമ്പത്തിക നയങ്ങൾ മേക്ക് ചെയ്യാനും ഒക്കെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഇക്കോണമിയിലെ സെക്ടറൽ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ. നമുക്കറിയാം, നമ്മുടെ ഇക്കോണമിയിൽ 3 സെക്ടേഴ്സാണുള്ളത്. ഏതൊക്കെയാണവ? ഒന്ന് പ്രൈമറി സെക്ടർ, ദാറ്റ് ഈസ് അഗ്രികൾച്ചറൽ സെക്ടർ. 2 സെക്കൻഡറി സെക്ടർ, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. 3 ടെറിഷറി സെക്ടർ, ദാറ്റ് ഈസ് സർവീസ് സെക്ടർ. ഈ 3 സെക്ടേഴ്സിൽ ഏത് സെക്ടറാണ് നമ്മുടെ ഇക്കോണമിയിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഇപ്പം അടുത്തുള്ള ഒരു കണക്കെടുപ്പ് പ്രകാരം ടെറിഷറി സെക്ടറാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കോൺട്രിബ്യൂഷൻ നടത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടി. പിന്നെ മെയിനായിട്ട് അടുത്ത ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ് എന്ത്? കമ്പാരിസൺ മനസ്സിലാക്കാൻ. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ വളർച്ച ഇപ്പം ചൈനയുടെ ഇക്കണോമിക് ഗ്രോത്തുമായിട്ട് എത്രത്തോളം കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്നുള്ള ആ ഒരു കമ്പാരിസൺ മനസ്സിലാക്കുന്നതിനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹൂ കമ്പ്യൂട്ട്സ് ദ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആരാണ്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഈ പോയിൻ്റ് അവിടെ നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ആരാണ്? NSO കേട്ടിട്ടുണ്ടോ നിങ്ങൾ? NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSO ആണ് നമ്മുടെ ഇന്ത്യയിലെ ദേശീയ വരുമാനം ഇപ്പോൾ നിലവിൽ കണക്കാക്കുന്നത്. ഓക്കെ, ഇതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. ഓക്കെ, NSO അങ്ങനെയെങ്കിൽ NSO ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ NSO എന്ന് പറയുന്നത്
ഇപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായി പ്രവർത്തിക്കുന്നത്. പക്ഷേ NSO വരുന്നതിന് മുന്നേ നമ്മുടെ ഇന്ത്യയിലുള്ള നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ്. ഓക്കെ, ഈ CSO എന്ത് ചെയ്തു? 2019 NSSO അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസുമായിട്ട് മെർജ് ചെയ്ത് ലയിച്ചുകൊണ്ട് ഒരു പുതിയൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യപ്പെട്ടു. അതാണ് ഏത്? NSO. ഏത് വർഷം? ഇൻ 2009. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്തത് നമുക്ക് നോക്കാം. എന്താണ്? ഹിസ്റ്ററി ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൻ്റെ ഒരു ചരിത്രം നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിയേ. ദാദാബായ് നവറോജി ഹൂ മെയ്ഡ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ദ എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. നിങ്ങൾക്കറിയാമല്ലോ ദാദാബായ് നവറോജി ആരാണ്? ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ ദാദാബായ് നവറോജി ആണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം എന്താണ്, ഒരു ലോജിക്കലായിട്ടൊന്നുമല്ല നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാടിൽ ചില കാൽക്കുലേഷൻസാണ് അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പക്ഷേ പിന്നീട് അത് ഒരു വിശ്വസനീയമായിട്ടും ലോജിക്കലായിട്ടും ഒരു സയൻറ്റിഫിക് ആയിട്ടും നാഷണൽ ഇൻകം കാൽക്കുലേഷൻസ് ആദ്യമായി നടത്തിയ വ്യക്തിയാണ് ആര്? VKRV റാവു. ഇവരെ രണ്ട് പേരും ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. സയൻറ്റിഫിക് ആയിട്ട് റിലയബിളായിട്ടും കൂടുതലായിട്ടും ലോജിക്കലായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേഷൻസ് നടത്തിയ വ്യക്തി ആരാണ്? VKRV റാവു. പക്ഷേ ആദ്യമായി ഇന്ത്യയിൽ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ നടത്താൻ പരിശ്രമം നടത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ദാദാബായ് നവറോജിയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയാട്ടെ. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ദ നാഷണൽ ഇൻകം കമ്മിറ്റി ഇൻ 1949 ചെയർഡ് ബൈ പ്രൊഫസർ PC മഹലനോബിസ്. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് പീരീഡിലാണ് ആര് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ നടത്തിയത്? ദാദാബായ് നവറോജിയും അതുപോലെ തന്നെ VKRV റാവു. പക്ഷേ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യ ഗവൺമെൻറ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ ഇൻകം കമ്മിറ്റിയെ എന്ത് ചെയ്തു? അപ്പോയിൻറ്റ് ചെയ്തു. ഏതു വർഷം? ഇൻ 1949. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? PC മഹലനോബിസ്. മഹലനോബിസ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്? ഫാദർ ഓഫ് ബജറ്റ്, ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയൊക്കെ ആരെ അറിയപ്പെടുന്നു? PC മഹലനോബിസ്. ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെൻറ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നാഷണൽ ഇൻകം കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്? 1949. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി ഓക്കെ അല്ലേ? ഓക്കെ, ഇങ്ങനെ നമുക്ക് നാഷണൽ ഇൻകത്തിന് ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കോമ്പോണൻസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഒന്നാമത്തേതാണ് എന്ത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് GDP. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് GDP? GDP ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഇവിടെ നിങ്ങൾ ഈ ഒരു പോയിന്റിൽ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രിയാണ്. അതായത് GDP എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അതായത് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു വർഷക്കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തികൾക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. വിത്തിൻ ദ
കൺട്രി, വിത്തിൻ ദ കൺട്രിയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GDP. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് NDP, അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ് നോക്കിയേ, NDP ഈസ് ദ നെറ്റ് ഔട്ട്പുട്ട് ഓഫ് ദ ഇക്കോണമി ഡ്യൂറിങ് ദ ഇയർ. അതായത് ഒരു വർഷ കാലയളവിൽ ഒരു ഇക്കോണമിയിലെ നെറ്റ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, NDP എന്ന് പറയും. നെറ്റ് എന്ന് പറയുന്നത് അറ്റ എന്ന് പറയുമ്പോൾ മൊത്തം, ഗ്രോസ് എന്ന് പറയുന്നത് എന്താണ്, മൊത്തം എന്നാണ് പറയുന്നത്. പക്ഷെ നെറ്റ് എന്ന് പറയുന്നത് എന്താണ്, അറ്റ എന്നാണ് പറയുന്നത്. അപ്പം എന്താണ്, ഒരു വർഷ കാലയളവിൽ ഒരു ഇക്കോണമിയിലെ നെറ്റ് ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ അറ്റ ഉൽപ്പന്നത്തെ വിളിക്കുന്ന പേരാണ് NDP എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് NDP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? NDP ഈസ് ഈക്വൽ ടു GDP മൈനസ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കറിയാം NDP എന്ന് പറയുന്നത് എന്താണ്, GDP മൈനസ് ഡിപ്രീസിയേഷൻ. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് GDP കണ്ടുപിടിക്കാനാവും. ഓക്കെ, എങ്ങനെ ഇക്വേഷൻ ബേസിൽ എങ്ങനെ GDP കണ്ടുപിടിക്കാം? GDP ഈസ് ഈക്വൽ ടു NDP പ്ലസ് ഡിപ്രീസിയേഷൻ അല്ലേ. നമ്മൾ മൈനസ് ഡിപ്രീസിയേഷൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്താൽ അതെന്താവും, NDP പ്ലസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു GDP എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ GDP എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, NDP എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ GDPയും ഡിപ്രീസിയേഷനും തന്നാൽ എങ്ങനെ NDP കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ NDPയും ഡിപ്രീസിയേഷനും തന്നാൽ എങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി എന്താണ് ഡിപ്രീസിയേഷൻ? നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷനിൽ വന്നത് കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയേ, ദ ലോസ് ഓഫ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് ഡ്യൂ ടു നോർമൽ വിയർ ആൻഡ് ടിയർ. അതായത് ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ നമുക്കറിയാം മെഷീൻസ് ഉപയോഗിക്കും അല്ലേ. അങ്ങനെ ആ മെഷീൻസ് കുറേ വർഷം ഉപയോഗിക്കുന്ന സമയത്ത് പുതിയ മെഷീൻസ് വാങ്ങി ഉപയോഗിച്ച പോലെ ആയിരിക്കും ഒരു 2 വർഷം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ആ ഒരു ഇത് എന്ന് പറയുന്നതല്ല. അതിനെന്താണ്, ഒരുപാട് കേടുപാടുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ തേയ്മാനം ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു വാല്യൂ കുറയും അല്ലേ. ഇപ്പോൾ നിങ്ങളെ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു സൈക്കിൾ വാങ്ങി ഉപയോഗിക്കുന്നു, പക്ഷേ നിങ്ങളൊരു 2 വർഷം ഉപയോഗിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആദ്യം വാങ്ങി ഉപയോഗിക്കുന്ന സൈക്കിളിൻ്റെ ആ ഒരു പാർട്സ് ഉള്ള ആ ഒരു പുതിയ ഒരു ഇത് 2 വർഷം കഴിയുമ്പോൾ അതിനുണ്ടാവില്ല. അതിനെന്താണ്, കേടുപാടുകൾ സംഭവിക്കും, അതിൻ്റെ ആ ഒരു വാല്യൂ കുറയും. അങ്ങനെ അതിൻ്റെ ആ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിപ്രീസിയേഷൻ വരുമ്പോൾ നമ്മളൊന്ന് പുതിയത് കൊണ്ടുവരികയല്ല ചെയ്യുന്നത് അല്ലേ, പകരം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ അലവൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദ ഡിപ്രീസിയേഷൻ ഈസ് ഓൾസോ കോൾഡ് ദി കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റ് എക്സാമിൻസിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. ഡിപ്രീസിയേഷൻസിനെ ഓൾസോ കോൾഡ് ചെയ്യുന്നത് എന്താണ്, ദ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, അതായത് സ്ഥിര മൂലധനത്തിൻ്റെ ഉപഭോഗം എന്നാണ് ഡിപ്രീസിയേഷനെ വിളിക്കുന്ന മറ്റൊരു പേര്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഇതിൻ്റെ നാഷണൽ ഇൻകത്തിൻ്റെ. നമ്മളെന്തൊക്കെ പഠിച്ചു, GDP പഠിച്ചു, NDP പഠിച്ചു. ഓക്കെ, ഞാൻ അടുത്തതാണ് GNP. ഓക്കെ, മറ്റേത് GDP ആണ്. GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യയിലെ മാത്രം എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അതായത് GNP എന്ന് പറയുന്നത് എന്താണ്, മൊത്ത ദേശീയ ഉൽപ്പന്നം. അതാണ് GNPൻ്റെ ഡെഫിനിഷനൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ GNP എന്ന് പറയുന്നത് എന്തായിരിക്കും, GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് NFIA. അതായത് NFIA എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എന്താണ് ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ GNPയിൽ നമ്മൾ GDPയുടെ കൂടെ എന്ത് ചെയ്യുന്നു, എബ്രോഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് എംപ്ലോയീസ് പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു വരുമാനവും നമ്മുടെ ഇന്ത്യയിലുള്ളവരുടെ വരുമാനവും കൂടി തമ്മിൽ കൂട്ടുന്ന ആ ഒരു
ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GNP എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നും ഒരുപാട് ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻകം കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഒരു ഫാക്ടർ ഇൻകമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകം എബ്രോഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പം നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനവും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നും അങ്ങോട്ട് പോകുന്ന വരുമാനവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ് ആൻഡ് ഫാക്ടർ ഇൻകം പെയ്ഡ് ടു ദി എബ്രോഡ് ഓർ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GNP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, എങ്ങനെ കാണാം? നമ്മൾ നേരത്തെ പഠിച്ചു NDP എന്ന് പറയുന്നത് GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഇവിടെ NNP, ഡീൻ്റെ പകരം ഇവിടെ N വന്നല്ലേ. അപ്പോൾ NNP എന്ന് പറയുന്നത് എന്താവും, ആ GDPൻ്റെ പകരം GNP മൈനസ് ഡിപ്രീസിയേഷൻ ആവും. അപ്പോൾ നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ടൈം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ബാക്കി കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.